അപ്പോൾ ഗായ്സ്, ഞാൻ ഈ വീട് വിട്ട് പോവാണ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ സാധനങ്ങളും കാര്യങ്ങളും എല്ലാം എടുത്തിട്ട് ഞാൻ എന്താ പറയുക, വേറൊരു സ്ഥലം തപ്പി പോവാണ്. കാരണം ഈ സ്ഥലം കുഴപ്പമില്ല. ലൈക്ക് ഞാൻ വേറെ സ്ഥലം കണ്ടു വെച്ചിട്ടുണ്ട് ഓഫ് ക്യാമറയിൽ. ഞാൻ വില്ലേജ് തപ്പി പോയായിരുന്നു അടുത്ത ഈ എപ്പിസോഡിൻ്റെ. നമ്മളൊരു അയൺ ഫാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് ഞാൻ വില്ലേജ് തപ്പി പോയിനു ഓഫ് ക്യാമറയിൽ. അപ്പോൾ ഞാനൊരു സ്ഥലം കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാം ബേസ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഇതാണ് നമ്മളെ ഇത് തൽക്കാലത്തേക്ക് എന്താ പറയുക, ഫസ്റ്റ് നമ്മളെ ഒരു സ്ഥലമായിട്ട് മാറ്റാം. ജസ്റ്റ് ഒരു അവിടെ കിടന്നോട്ട്, ഇതിവിടെ ഇങ്ങനെ തന്നെ കിടന്നോട്ട്. ഇവിടെ മെയിൻ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം അവിടെ തന്നെ എടുത്തോട്ട് നമുക്ക് ഈ വീടിനോട് വീട് പറയാം. ഫസ്റ്റ് ഹൗസാണ്. ഇപ്പോൾ ഇവിടെ എവിടേക്കോ ആണ് പോകേണ്ടത്. ഏകദേശം നമുക്ക് അയൺ ഫാം ഉണ്ടാക്കണം. സോ മാക്സിമം വൂളെല്ലാം കളക്ട് ചെയ്തിട്ടൊക്കെയാണ് പോകുന്നതാണ്. അത്യാവശ്യത്തിനുള്ള വൂൾ ഇവിടെ ഉണ്ട്. ഇതല്ല, ഞാനിത് എടുത്ത് വെച്ചല്ലോ. ഇതിൽ അത്യാവശ്യം കുറച്ച് വൂളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, ബാക്കിയെല്ലാം റെഡിയാക്കും. ഇന്ന് നമ്മൾ അയൺ ഫാം ഉണ്ടാക്കുമ്പോൾ സിമ്പിളായിട്ടുള്ളൊരു സാധാരണ ബെഡ് റോക്കിൽ ഉണ്ടാക്കുന്ന അയൺ ഫാം അല്ല, നമ്മളൊരു മെഗാ അയൺ ഫാമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണ ബെഡ് റോക്കിൽ എല്ലാവരും എന്താ പറയുക, ഒരു 20 വില്ലേജസിന് വെച്ചിട്ടുള്ള അയൺ ഫാമാണ് എപ്പോഴും ഉണ്ടാക്കാറ്. എത്ര വലുതാക്കി ഉണ്ടാക്കിയാലും അത്ര തന്നെ ഉണ്ടാവുള്ളൂ. സോ നമ്മൾ 20 മാറ്റി നമ്മൾ 80 വില്ലേജസിനെ വെച്ചിട്ട് 4 ഇരട്ടി പവറിൽ നമ്മളെന്താ പറയുക, ഒരു ബിഗ് മെഗാ അയൺ ഫാം തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അണ്ണാ എങ്ങനെയാണ് ബെഡ് റോക്കിൽ 80 വില്ലേജസിന് ഉണ്ടാക്കുന്നത്, 20 വില്ലേജസ് അല്ല മാക്സിമം എന്ന് വിചാരിക്കും. പക്ഷേ അതിനൊക്കെ ഒരു ട്രിക്ക് ഉണ്ട്. എല്ലാം പറഞ്ഞുതരാം, എല്ലാം സെറ്റാക്കാം. ഓക്കെ, ഇന്ന് തന്നെ നമ്മൾ കംപ്ലീറ്റ് ആ 80 വില്ലേജസിന് കിട്ടൂല. സോ നമ്മൾ പതുക്കെ തന്നെ ഉണ്ടാക്കുന്നുള്ളൂ. നമ്മൾ ആ അയൺ ഫാം ഉണ്ടാക്കാൻ ഇന്ന് സ്റ്റാർട്ടാകും. കാരണം 80 വില്ലേജസൊക്കെ സെറ്റായിട്ട് വരണമെന്നുണ്ടെങ്കിൽ കുറേ ടൈം എടുക്കും. അത്ര വലിയൊരു മെഗാ എന്താ പറയുക, ഒരു അയൺ ഫാമിനെയാണ് നമ്മൾ ഉണ്ടാക്കണേ. ഗൈസ്, ഈ ഒരു സ്ഥലമാണ് ഞാൻ ആക്ച്വലി കണ്ട് വെച്ചത്. ഓക്കെ, ഈ ഒരു സ്ഥലം അത്യാവശ്യം എന്താ പറയുക, കുഴപ്പമില്ലാത്തൊരു സ്ഥലം പോലെ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് നമ്മളെ ബേസ് ആക്ച്വലി സെറ്റ് ചെയ്യാം. എന്നിട്ട് ഇവിടെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ബിൽഡ് ചെയ്യാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഞാനിവിടെ അടുത്തൊരു വില്ലേജ് കണ്ടുപിടിച്ചിട്ടുണ്ട്. എൻ്റെ ഇവിടെ ഒരു കേവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോകണം. തൽക്കാലത്തേക്ക് നമ്മളെ ബേസ് നമ്മൾ ടോട്ടലി നമ്മൾ കംപ്ലീറ്റ് വില്ലേജിലോട്ട് മാറ്റാൻ പോകണം. ഓക്കെ, നമുക്ക് ഇവിടെയൊക്കെ നമ്മുടെ ബേസും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാം. നമുക്ക് ഈ റിവീൻ ബേസായിട്ട് സെറ്റ് ചെയ്യാൻ വേണം. ഈ റിവീനെല്ലാം കണ്ടിട്ട് അത്യാവശ്യം ഒരു ബേസെല്ലാം ഉണ്ടാക്കാൻ പറ്റിയൊരു റിവീൻ്റെ പോലെ ഉണ്ട്. നമുക്ക് സൈഡിൽ കൂടെ ബേസൊക്കെ ആയിട്ടും ഇതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് നമ്മുടെ ബേസും നമ്മുടെ ട്രേഡിങ് ഹോളൊക്കെ ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ മൈൻക്രാഫ്റ്റിൽ 100 ബ്ലോക്സ് എന്താ പറയുക, ഒരു അയൺ ഫാം ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ 100 ബ്ലോക്ക് ചുറ്റളവിൽ നമ്മൾ വല്ല ട്രേഡിങ് ഹോൾ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അയൺ ഫാം ബ്രേക്ക് ആവുന്നതുകൊണ്ട് നമുക്ക് നമ്മൾ അയൺ ഫാം എന്താ പറയുക, എന്തായാലും ദൂരത്തന്നെ ഉണ്ടാക്കണം. നമ്മളിപ്പോൾ അവിടെ നമ്മളെ റിവ്യൂനൊക്കെ കണ്ടല്ലോ, അവിടെ നമ്മളെ ബേസും നമ്മുടെ സെറ്റപ്പൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഒരു 100 ബ്ലോക്ക് ഇപ്പുറത്ത് നമ്മളെ അയൺ ഫാം ഉണ്ടാക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ബ്രീഡറൊക്കെ സെറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഫസ്റ്റ് കുറച്ച് വില്ലേജസിനെ വേണം. അതായത് 4 ഇതിലാണെങ്കിൽ 4 ഇതിലിട്ടിട്ട് നമുക്ക് അങ്ങനെ ബ്രീഡ് ചെയ്തെടുത്താൽ മതി. പക്ഷെ നമുക്കൊരു 8 വില്ലേജസിനെ ഇനീഷ്യലി വേണം. സോ 8 വില്ലേജസിനെ ബ്രീഡ് ചെയ്തെടുക്കാൻ ഒരു ചെറിയ ബ്രീഡർ വേണം. അവിടെ നമ്മളെ ട്രേഡിങ് ഹോള്, പിന്നെ ഒരു 100 ബ്ലോക്ക് ഇപ്പുറത്ത് നമ്മളെ അയൺ ഫാം, അത് കഴിഞ്ഞ് 100 ബ്ലോക്ക് അപ്പുറത്ത് നമ്മുടെ വില്ലേജർ ബ്രീഡർ. അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ അങ്ങനെ ആയാലും വർക്ക് ആവുള്ളൂ കാര്യം കറക്റ്റായിട്ട്. ബെഡ് റോക്ക് ആയതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് ഇതെല്ലാം. ഗൈസ്, ഞാൻ ആ വില്ലേജ് പിന്നെയും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഗൈസ്, ഇവിടെ കുറേ ബീസ് ഇവിടെയും അവിടെയൊക്കെ ആയിട്ട് കുറേ ബീസെല്ലാം ഉണ്ട്. സോ നമുക്ക് അത് വെച്ചിട്ട് ഹണി ഫാമെല്ലാം സെറ്റ് ചെയ്യാം. ഓക്കെ, അതൊരു നല്ല സംഭവമായിരുന്നു. നമുക്ക് ഹേബിലൊക്കെ ആവശ്യം വരും അയൺ ഫാം ഉണ്ടാക്കാനായാലും. നമുക്കിവിടെ തൽക്കാലം റീസ്പോണൊന്ന് സെറ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ് ലൂട്ടാം ഉള്ളത്. എന്തായാലും നമുക്ക് ലൂട്ടി നോക്കാം എന്തൊക്കെയുള്ളത്. ആൻഡ് അഗെയിൻ നമുക്ക് കുറച്ച് ഒബ്സീഡിയൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മളെ പിന്നെ സ്പിയർ എനിക്ക് വേണ്ട, അതും കോപ്പർ സ്പിയർ ആടേ. അയണാണെങ്കിൽ പിന്നെ നോക്കായിരുന്നു. സ്പിയർ ഈസ് ലൈക്ക് അതിനൊരു പ്രത്യേകിച്ച് യൂസൊന്നും ഞാൻ കാണുന്നില്ല. ഓക്കെ, ഞാൻ പ്രത്യേകിച്ചൊരു യൂസ് ഞാൻ കാണുന്നില്ല.
ഓക്കെ, ഇതെല്ലാം പൊട്ടിക്കണം നമുക്ക്, എന്നിട്ടാണ് നമ്മൾ ബ്രീഡറെല്ലാം സെറ്റ് ചെയ്യുന്നത്. കാരണം ബ്രെഡ് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ചെയ്യാനാണ് വിചാരിക്കുന്നത്. ഗൈസ്, ഞാൻ ഇത്രയും ഷീപ്പിനെ എന്തിനാണ് അടിച്ച് കൊല്ലണമെന്ന് നിങ്ങൾ വിചാരിക്കും. കാരണം ഏകദേശം 80 വില്ലേജസ് ഉണ്ടെങ്കിൽ 80 ബെഡ് വേണം. സോ കുറച്ചധികം ബെഡ് ആവശ്യമുണ്ട്. 2-3 സ്റ്റാക്കൊന്നും പോരാ വൂള്. ഓ ഗൈസ്, ഈ ഒരു ചെസ്റ്റിൽ 4 എമറാൾഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതൊരു നല്ലൊരു കാര്യമായത്. ഓക്കെ, ഇതെല്ലാം നമുക്ക് ബണ്ടിലൊക്കെ ആയിട്ട് വെക്കാം. ഇപ്പം നമ്മൾ ഈ വില്ലേജ് ഏകദേശം എല്ലാം നമ്മൾ ലൂട്ടും കാര്യങ്ങളെല്ലാം എടുത്ത് സെറ്റായിട്ടുണ്ട്. നമുക്ക് ഏകദേശം നമുക്ക് എവിടെയാണ് സെറ്റപ്പ് എല്ലാം വരേണ്ടത് നമുക്ക് മാർക്ക് ചെയ്യാം. നമുക്ക് ഇവിടെ എവിടെയെങ്കിലൊക്കെ നമുക്ക് നമ്മുടെ ബേസും കാര്യങ്ങളൊക്കെ സെറ്റാക്കാം. നമുക്ക് ഇവിടെ എവിടെയെങ്കിലൊക്കെ ബേസ് ആക്കാം. ഏതെങ്കിലും ഒരു വീട് എടുക്കാം. ഈ ഒരു വീട് തന്നെ എടുക്കുകയാണ് നമ്മൾ ബേസ് ആക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം പൊട്ടിച്ച് നമുക്ക് ഇവിടെ ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ വെക്കാം. ഒരു ഡബിൾ ചെസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഇവിടെ ഒരു നമ്മളെ എന്താ പറയുക ബേസായിട്ട് ഇത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ പറഞ്ഞ പോലെ 100 ബ്ലോക്ക് അപ്പുറത്തൊരു ബ്ലോക്ക് അപ്പുറത്തോട്ട് പോയിട്ട് അവിടെ നമ്മളെ അയൺ ഫാമും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ ഇത് ഉണ്ടാക്കാനുള്ള പ്രശ്നം എന്താ വെച്ചാൽ, ഞാൻ ഇവിടെ ബ്രീഡർ ഉണ്ടാക്കി ഇവിടെ നിന്ന് ഈ സൈഡിലോട്ട് എങ്ങോട്ടേലും ഒരു 100 ബ്ലോക്ക് അപ്പുറത്ത് കൊണ്ടുപോയി അങ്ങനെ കുറേ പരിപാടികളൊക്കെ ചെയ്താലുള്ളൂ നമുക്ക് ഈ അയൺ ഫാം സെറ്റ് ചെയ്യാൻ പറ്റുക. നമുക്ക് ഈ ഷുഗർ കെയിനും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് നമുക്ക് ഇവിടെ തന്നെ അങ്ങ് നട്ട് വെച്ചേക്കാം. ഓക്കെ, ഇവിടെ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ നട്ട് അപ്പോൾ കഴിച്ച് നമ്മുടെ അടുത്തുള്ള ഷുഗർ കെയിനെല്ലാം കംപ്ലീറ്റ് ഇവിടെ നട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ വളർന്നോട്ടെ. തൽക്കാലത്ത് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളൊരു ബ്രീഡറും കാര്യങ്ങൾ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. കാരണം മൊത്തത്തിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള ടൈം ഇന്നില്ലാത്തതുകൊണ്ട് മെഗാ അയൺ ഫാം ആണ്. സോ അത് ഉണ്ടാക്കി വരുമ്പോൾ തന്നെ കുറേ ടൈം എടുക്കും. ഫസ്റ്റ് നമുക്കൊരു ബോട്ട് ക്രാഫ്റ്റ് ചെയ്യാം. നമ്മളൊരു ബോട്ട് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഷവല് ഒന്ന് ക്രാഫ്റ്റ് ചെയ്യേണ്ടി വരും. നമുക്കിവിടെ എവിടെയൊക്കെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കാം. ഏകദേശം നമുക്ക് ഇവിടെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കാം. ഫസ്റ്റ് നമുക്കിങ്ങനെ ഒരു 2-3 വരി ബ്ലോക്കിൽ ഇങ്ങനെ കുറച്ച് മൈൻ ചെയ്യണം. ഇത് ആക്ച്വലി ഈ ഒരു കംപ്ലീറ്റ് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഒരു അയൺ ഫാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ്. നിങ്ങൾക്ക് അയൺ ഫാം ഉണ്ടാക്കണമെന്നാണെങ്കിൽ ഇതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ഇതേപോലെ ഒരു വില്ലേജ് കണ്ടുപിടിച്ചിട്ട് ഇതേപോലെ മെഗാ അയൺ ഫാം ഉണ്ടാക്കുകയാണെങ്കിൽ കേട്ടോ. ഓക്കെ, പിന്നെ നമുക്കൊരു ബ്ലോക്ക് കൂടി ഇങ്ങനെ കുഴിക്കാം. പിന്നെ നമുക്കിവിടെ ഒരു 2 ബ്ലോക്ക് താഴത്തോട്ട് പോകണം. ഇവിടെ നമ്മൾ ബ്രീഡറിൻ്റെ മെയിൻ പരിപാടികളെല്ലാം ചെയ്യാൻ പോകുന്നത്. ബ്രീഡറിൻ്റെ മെയിൻ സെറ്റപ്പ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അടിയിലാവും. ഇങ്ങനെ കയറാം. അപ്പോൾ ഞാനിവിടെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ ഇത്രയും ഒരു ബ്ലോക്ക് കുറച്ച് കുഴിച്ച് മാറ്റിയിട്ടുണ്ട്. ഇവിടെ ടോർച്ചെല്ലാം വെക്കണം, അല്ലെങ്കിൽ മോബ് സ്പോൺ ആവും. ഓക്കെ, നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ വില്ലേജസിലും കാര്യങ്ങളെല്ലാം കൊണ്ടിടുന്നത്. എന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം ഫസ്റ്റത്തെ. ഓക്കെ, ഇവനെ കിട്ടി. ഇവനെ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ ഓക്കെ ലീഡ് എടുക്കാം. ലീഡ് എടുത്തിട്ട് നമുക്ക് ഇവനെ കെട്ടി വലിച്ച് കൊണ്ടുപോവാം. അയ്യോ, ഇവിടെ ആയിരുന്നല്ലോ അല്ലേ, കുഴപ്പമില്ല. ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ അകത്താക്കി ഇനി നമുക്ക് വലിച്ചുള്ളിലോട്ടിടാം. ഓക്കെ, അങ്ങനെ ഇതിൻ്റെ ഉള്ളിലോട്ട് ആയിട്ടുണ്ട്. നമുക്കിതിങ്ങനെ പൊട്ടിച്ച് കളയാം. അയ്യോ, ഞാനിവിടെ ഇത് വെച്ചില്ല, എന്താ പറയുക, ലാഡർ വെച്ചില്ല. അല്ലെങ്കിൽ ഞാൻ അതുപോലെ പൊട്ടിച്ചിറങ്ങുമ്പോൾ ചില വില്ലേജസ് എല്ലാം പോകും. കുറച്ച് ലാഡർ ഉണ്ടാക്കി വയ്ക്കാം. പക്ഷെ നമ്മൾ ലാഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ വെച്ചേക്കാം. അതാകുമ്പോൾ പെട്ടെന്ന് കയറി ഇറങ്ങുകയൊക്കെ ചെയ്യാം. ഇനി നമുക്ക് ഒരു വില്ലേജറിനെയും കൂടി എടുക്കാം. ഇവനെടുക്കാം. ഓക്കെ, രണ്ടാമത്തെ വില്ലേജിന് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്കിനി നമ്മുടെ എന്താ പറയുക, നമുക്കെടുത്ത് കിട്ടിയിട്ടുള്ള നമ്മുടെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് വീറ്റും കാര്യങ്ങളെല്ലാം എന്താ പറയുക ക്രാഫ്റ്റ് ചെയ്തെടുക്കാം.
അപ്പോൾ അവിടുത്തെ എല്ലാ വീറ്റ് വെച്ചിട്ട് നമ്മൾ കുറച്ച് ബ്രെഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെയാണ്. നമുക്ക് ഈ ബ്രെഡും കാര്യങ്ങളൊക്കെ നമ്മളെ ഇവന്മാർക്കെല്ലാം ഇട്ട് കൊടുക്കാം. ഡ്രോപ്പ് ചെയ്യുന്നത് എങ്ങനെ കഴിച്ച് നമുക്ക് ഇവന്മാർക്ക് ഈ സാധനങ്ങളെല്ലാം കുറച്ച് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ടാമത് എടുത്തിട്ട് മൊത്തത്തിൽ അങ്ങിട്ട് കൊടുക്കാം. ഓക്കെ, നമ്മൾ കംപ്ലീറ്റ് ഡ്രോപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എനിക്കൊരു തമ്പനിയിലൊരു ഷോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇല്ല അല്ലേ, വേണ്ടാ. നമുക്ക് ഇനി ശവലും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് നമ്മൾ അയൺ ഫാം ഉണ്ടാക്കുന്ന സ്ഥലത്തോട്ട് പോകാം. അപ്പോൾ കഴിച്ച് നമ്മൾ അയൺ ഫാം എന്ന് പറയുമ്പോൾ ഇവിടെയൊക്കെ ആയിട്ട് സെറ്റപ്പ് ആക്കാം. ഓക്കെ, അപ്പോൾ അതിന് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് ഇടാം ഇപ്പം തന്നെ. 1 2 3 4 5 6 7 ബ്ലോക്കാണെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ കഴിച്ച് നമ്മളിങ്ങനെ കുറേ സെറ്റപ്പ് ഇതേപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് കുഴിച്ചിട്ട് ഇവിടെ ആയിരിക്കും നമ്മളെ അയൺ ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. ആദ്യം നമ്മൾ ഒന്നുണ്ടാക്കും, എന്നിട്ട് അടുത്തുണ്ടാക്കും, എന്നിട്ട് അടുത്തുണ്ടാക്കും, എന്നിട്ട് അടുത്തുണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കാനുള്ള കാരണം അങ്ങനെ ഉണ്ടാക്കിയാലേ സംഭവം വർക്ക് ആവുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. വെക്കണമെല്ലാം നമ്മൾ അടുത്ത എപ്പിസോഡിൽ അല്ലെങ്കിൽ ഓഫ് ക്യാമറയിലൊക്കെ ആയിട്ട് ചെയ്യാം. പിന്നെ നമ്മളെ വില്ലേജ് ബ്രീഡ് ചെയ്യണ ആ സാധനങ്ങൾ ഞാൻ ഓഫ് ക്യാമറയിൽ നിന്ന് AFK എന്നിട്ടൊക്കെ ആയിട്ട് ബ്രീഡിങ് കാര്യങ്ങളൊക്കെ സെറ്റാക്കാം. ആൻഡ് ഇവിടെ 2 വില്ലേജസിനെ കൊണ്ടുവരാം. ഇവിടെ 2 വില്ലേജസ്, അവിടെ 2 വില്ലേജ്, അവിടെ 2 വില്ലേജസ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ബ്രീഡർ സെറ്റാക്കിയത്. ആൻഡ് എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ നിന്ന് തന്നെ നമ്മൾ ഈ പറഞ്ഞ ബ്രെഡും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇവിടെ 20, പിന്നെ ഇവിടെ 20, ഇവിടെ 20, ഇവിടെ 20, അങ്ങനെ 80 വില്ലേജിനാക്കിയിട്ട് ഒരു മെഗാ അയൺ ഫാം തന്നെയാണിത്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും മേത്തേക്ക് മണ്ണ് മാറി അറിയും. ബൈ ബൈ.